പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ, അല്ലെങ്കിൽ 10th മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠനവേളകളിൽ നമ്മളെപ്പോഴും മനസ്സ് തളർന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്തതുപോലത്തെ ഒരു ഫീലിംഗ്, പഠിക്കുന്തോറും നമ്മൾ പുറകിലോട്ടാണോ പോകുന്നത് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധാരണ ഒരു പഠിതാവിനെ, ഒരു മത്സര പരീക്ഷകളെ നേരിടുന്ന ഒരു പഠിതാവ് നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ അധ്യാപന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു കാലയളവിൽ മറ്റുള്ളവർ പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. മറ്റുള്ളവർ ഏത് തരത്തിൽ പഠിക്കുന്നു, അവരെല്ലാവരും ജോലിയിൽ പ്രവേശിക്കും, ഞാൻ മാത്രമാണ് മോശമായിട്ട് പഠിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ പലരിലും ഉണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ചിന്ത എല്ലാവരിലും ഉണ്ട്. ഈ റാങ്ക് വാങ്ങാൻ പോകുന്ന കുട്ടിയിലും റാങ്ക് വാങ്ങാത്ത കുട്ടിയിലും പരീക്ഷ എഴുതാത്ത കുട്ടിയിലും ഒക്കെയും ഒരു മത്സര പരീക്ഷാ രംഗത്ത് നിൽക്കുന്ന എല്ലാവരിലും സമാനഗതിയിലുള്ള ചിന്ത ഉണ്ട്. ഞാൻ ഇതിനകത്ത് നേടുമോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം. ഈ സംശയത്തോടു കൂടിയാണ് നമ്മളെപ്പോഴും പഠനത്തിലോട്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ പുറകിലേക്ക് വലിക്കുന്നതും. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്ത, ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മളെ ഇല്ലാതാക്കും. ഈ മത്സര പരീക്ഷയിൽ നമ്മളെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത്. ഈ ചിന്ത മാറ്റിവെച്ചേ പറ്റൂ. ആ ചിന്ത മാറ്റിവെക്കാൻ നിങ്ങൾക്ക് എന്ത് വർക്കൗട്ടാണോ ചെയ്യേണ്ടത്, എന്ത് എക്സസൈസാണോ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ചെയ്യണം. ഇപ്പം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് 10th മെയിൻസിൻ്റെ എക്സാമുമാണ്. ഈ 2 പരീക്ഷകളിലും സുപ്രധാനമായ PSCയുടെ പരീക്ഷകളാണ്. ഈ 2 പരീക്ഷകളും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത വേണ്ട. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളെ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വികലാംഗനാക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോഴും നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലൈഫിലൊക്കെ പറയാറുണ്ട്, ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞാനൊരു കാറൊക്കെ വളരെ റീസെൻ്റ് ആയിട്ടാണ്. പണ്ടൊക്കെ ഓരോ കാറുകൾ പോകുമ്പോഴും എനിക്ക് കാറില്ലല്ലോ എന്നുള്ള ചിന്ത, ആ ചിന്ത ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ ഉള്ള വാഹനം കൊണ്ടൊക്കെ തൃപ്തിപ്പെടും. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കതില്ലല്ലോ, നമുക്കിതില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ കുഞ്ഞുനാളുകളിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊടിയ രൂപമാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും നമ്മളിൽ വളർന്ന് അതിങ്ങനെ ആക്കിയത്. എനിക്കതില്ലല്ലോ, മറ്റുള്ളവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവരൊക്കെ റാങ്ക് വാങ്ങും, എനിക്ക് മാത്രമാണല്ലോ റാങ്ക് കിട്ടാത്തത്. ഇങ്ങനെയുള്ളൊരു ചിന്ത. ആ ചിന്തയിൽ നമ്മൾ എന്ത് പഠിച്ചാലും നമ്മുടെ ബ്രെയിൻ എടുക്കില്ല. പക്ഷേ അതേപോലെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാനും, ഞാനാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ നോക്കൂ, എൻ്റെ ഉള്ളിലെ വിചാരം ഞാനാണ് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്നതെന്നാണ്. ഞാനാണ് ഏറ്റവും നന്നായിട്ട് എൻ്റെ ആപ്പിൽ ഏറ്റവും നന്നായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ക്ലാസ് കൊടുക്കുന്നത് ഞാനാണ് എന്ന ധാരണയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടും, എൻ്റെ പെർഫോമൻസ് നന്നായിരിക്കും, ഞാൻ നന്നായിട്ട് ക്ലാസ് പ്രസൻറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. അതാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ ബെസ്റ്റ് ആവും. നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മേഖല, നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനല്ലേ നിൽക്കുന്നത്, ആ ഒരു പരീക്ഷയിൽ നമ്മൾ അടിപൊളിയാവും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ ഒരു പിന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ തന്നെ പറയാം. 10th മെയിൻസും ഉണ്ട്. നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങാൻ ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ ഇത്ര ഹൈറ്റിലാണ് എല്ലാ പാർട്ടും കൂടെ ചേർന്നിരിക്കുന്നത്. ഇനി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നല്ല രസമാണ്, നല്ല പുതിയ പുസ്തകങ്ങളാണ്. ഞാനും പുസ്തകപ്രേമിയാണ്, എനിക്ക് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും ഇഷ്ടമാണ്. പക്ഷേ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മളിത് വായിക്കുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 1 പേജ് ആയിരിക്കും നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ 2 പേജ്, അല്ലെങ്കിൽ 3 പേജ്, അല്ലെങ്കിൽ 5 പേജ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ന് തീരും, ഇത് തീരുന്ന ദിവസം അത്രയും തീർത്താലല്ലേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമ്മളിലുണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ട്, ആ സിലബസ് പ്രകാരം തന്നെ നമ്മൾ പഠിക്കണം. ആ സിലബസിൽ നിന്നും
ഏറ്റവും മികച്ച അധ്യാപകർ നൽകുന്ന നോട്ടുകൾ, ഏറ്റവും ബെസ്റ്റ് നോട്ട്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മക്കളെ എന്നുള്ള വിളി സാധാരണ പറയാറില്ല, സോറി, അത് മാറ്റുക, അറിയാതെ പറഞ്ഞു പോയതാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൽ ഏറ്റവും മികച്ച നോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അതാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ നോട്ടിൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എഴുതി തയ്യാറാക്കിയ നോട്ടാണ് ഞാൻ PDF ആയി ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറയും അവരോട്, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അപ്പോഴും പിള്ളേർ ചോദിക്കും, SCRT വേണ്ടേ, NCRT വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്ന്. നിങ്ങൾ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ തീർത്തിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിനെ പ്രാപ്തരാക്കി പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾക്ക് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്ത് അതിനകത്തുള്ള മുഴുവൻ ഫാക്റ്റുകളും തെറ്റാതെ ഉരുവിടാൻ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ നമുക്കത് നടക്കൂല. ബിക്കോസ് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമല്ല, നമ്മൾ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാനുള്ള ശ്രമം മാറ്റിവെക്കുക. പകരം നമ്മുടെ സിലബസ് എടുത്ത് അച്ചടക്കത്തോടെ അത് പഠിക്കുക. പലപ്പോഴും അങ്ങനെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നല്ല ക്ലാസ്സുകളുടെ അൺഅവൈലബിലിറ്റി. നല്ല ക്ലാസ്സുകൾ ഇല്ല. ഇപ്പം ഉദാഹരണത്തിന്, നിങ്ങൾ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ജോഗ്രഫി ക്ലാസ് തിരക്കി നടക്കുകയാണ്. അപ്പം ഒരു ബെസ്റ്റ് ജോഗ്രഫി ക്ലാസ്സിൽ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ക്ലാസ് കിട്ടി, ഒരു പോർഷൻ കിട്ടി. പക്ഷെ ബാക്കിയുള്ള ക്ലാസ്സുകളോ? അതില്ല. അങ്ങനെ ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ നമ്മളിലുണ്ട്. അപ്പോൾ അടുത്ത പ്രശ്നം അതാണ്. നമുക്ക് കുറേ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ വിചാരിച്ചാൽ ആ സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ കംപ്ലീറ്റ് നോട്ടും കിട്ടുന്നില്ല, നോട്ട് കിട്ടിയാൽ വീഡിയോ ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റും. മിക്കവാറും ആൾക്കാരുടെ പ്രശ്ന വിഷയം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ വിഷയം എന്ന് പറയുന്നത് മിക്കവാറും മാത്സ് ആണ്. അപ്പോൾ അവർക്കൊരു ബേസ് ഇല്ല. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള മാത്സ് പറഞ്ഞു തരാൻ ആരുമില്ല. അല്ലെങ്കിൽ മലയാളം പ്രശ്നമായിട്ടുള്ള ആൾക്കാരുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഈ PSC ഇറക്കിയിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും, പരീക്ഷകളും, എല്ലാ സബ്ജക്റ്റുകളും പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല. ഞാനും ഇല്ല, നിങ്ങളുമില്ല. എൻ്റെ സൗണ്ടായിട്ടുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് മേഖല സയൻസും മാത്സുമാണ്. ഞാൻ ആ ഒരു ബ്രാൻഡിലാണ് PSC മേഖലയിൽ അറിയപ്പെടുന്നത്. ഞാൻ അതിൽ എന്നെക്കാൾ മികച്ച, എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന അല്ലെങ്കിൽ വേറൊരു അധ്യാപകൻ വരുന്ന തരത്തിലല്ലാതെ ഒരു ക്ലാസ്സിൽ പോയി പെർഫോം ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു ക്ലാസ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ട്രാറ്റജിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സിലബസ് കയ്യിലെടുത്ത് ആ സിലബസിൽ നിന്നും പരമാവധി ഏറ്റവും നല്ല ക്ലാസ്സുകളോ PDF നോട്ടോ, അത് റാങ്ക് ഫയൽ, ചിലയിടത്ത് നിന്ന് കിട്ടും, ചിലയിടത്ത് കിട്ടൂല. അപ്പം നമ്മൾ റാങ്ക് ഫയൽ എടുക്കുക. റാങ്ക് ഫയൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്റ്റ് വായിച്ചിട്ട് കുറച്ചവിടെ കുറവാണെന്ന് തോന്നുമ്പോൾ അപ്പോൾ റാങ്ക് ഫയൽ എടുത്ത് നോക്കുക. ഇങ്ങനെ ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരമാവധിയും ഞാൻ എപ്പോഴും വീഡിയോ ക്ലാസ്സുകളിൽ പറയുന്നത്, ഞാൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത് വെച്ചാൽ, എൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മൾ സന്തോഷം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്, ഒരു പ്ലഷർ കിട്ടുന്ന. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ കൂടുതൽ ടെൻഷനോടുകൂടി മിക്കവാറും കുട്ടികളുടെ ഏറ്റവും വലിയ എറർ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആശങ്കകളെല്ലാം മനസ്സിൽ കയറ്റിയിട്ട് പഠിക്കാൻ വരും. അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. താൽക്കാലികമായി ഷോർട്ട് ടൈം മെമ്മറിയിലെല്ലാം കയറും, കുറച്ച് കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്ന് അങ്ങ് പഠിക്കണം. ഇനി ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്ന വേറൊരു ജ്വരം, എന്നെ വിളിച്ച് ചോദിക്കുന്നത്, സാറിൻ്റെ ഈ ക്ലാസ്സിൽ മെയിൻസും പ്രിലിംസും കവർ ചെയ്യുന്നുണ്ടോ? എൻ്റെ പൊന്നു പിള്ളേരെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എൻ്റെ ബാച്ചിൽ 10th മെയിൻസ് ഒന്നുമില്ല. എൻ്റെ ബാച്ചിൽ ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമാണുള്ളത്. അതിൽ പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും എല്ലാം ചേർന്നിട്ടുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് പിള്ളേർ ചോദിക്കുന്നത്, ഇതിൽ മെയിൻസ് ആദ്യം പഠിക്കണോ? മെയിൻസ് അങ്ങനെയൊന്നും ഇല്ലടാ, നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം പ്രിലിംസ് കടന്നാൽ നമുക്ക് മെയിൻസിന് 3 മാസം ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ.
ആ 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം ഗ്യാപ്പിനകത്താണ് പരീക്ഷ നടക്കുന്നത്. ആ കാലയളവ് കൊണ്ട് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുകയും പ്രിലിംസ് കടന്നിട്ട് മെയിൻസ് കിട്ടാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഒറ്റ പരീക്ഷയാണ് എന്ന് കരുതി പഠിക്കുക, മൊത്തം പഠിക്കുക, പരമാവധി സമയം ഇരുന്ന് പഠിക്കുക. പല കുട്ടികൾക്കും ഇപ്പോൾ അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾ ഞാൻ പറയാലോ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ബാച്ചിൽ ഒരു അവസരം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. നിലവിലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെയും ഏകദേശം 80% ക്ലാസ്സുകൾ ഡിസ്കാർഡ് ചെയ്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി ക്ലാസ് കൊടുത്ത് അതിൻ്റെ PDF ഒക്കെ കൊടുത്തുകൊണ്ട് കുറേ പിള്ളേർക്ക് എന്താ പറയുക, സൗജന്യ വിദ്യാഭ്യാസം പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ പറയണം. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി ലെവലിൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ ജോഗ്രഫിക്ക് തന്നെ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി 3 എടുത്തിരിക്കുന്ന 3 ടീച്ചേഴ്സാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇത് 3 ടീച്ചർമാരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് 3ൻ്റെയും എക്സ്പേർട്ടുകളാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തും കൊല്ലവും കണ്ണൂർ കോഴിക്കോടൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ക്ലാസ് എടുത്തത്. ഇതൊക്കെ എനിക്ക് വേണമെങ്കിലും വായിച്ച് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ എടുക്കാൻ കഴിയും. പക്ഷേ അത് വേണ്ട. നമ്മളെ വിശ്വസിച്ചൊരു കുട്ടി വരുമ്പോൾ ഒക്കെ ഏറ്റവും നല്ല വിഭവങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ്സിലോട്ട് വരണം, അത് റെഗുലറായി നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും സൗജന്യ നിരക്കിൽ എന്ന് തന്നെ പറയാം. 2000 രൂപയ്ക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂ? ആരും തരില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യരും തരില്ല. ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു ക്ലാസ് 2000 രൂപയ്ക്ക് ആർക്കും നൽകാൻ കഴിയില്ല. പഴയ ക്ലാസ്സുകളെ നിങ്ങൾക്ക് തന്ന് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന ലേബലിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റും. പക്ഷേ എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ എൻ്റെ ആപ്ലിക്കേഷനിൽ വന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ വീഡിയോ അല്ലത്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലാണോ പഠിക്കുന്നത് അതിൽ നിലയുറച്ച് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ പഠിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും സ്വമേധയാൽ പഠിച്ചെടുക്കാൻ കഴിയും എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. പക്ഷേ നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഞാൻ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടക്കമുള്ളവർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണ് എന്ന് പറയേണ്ടി വരും. എൻ്റെ പൊന്നു പിള്ളേരെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പ്രിലിംസ് കടക്കാൻ നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് കൊടുക്കണം. ആ 3 വിഷയങ്ങൾക്കും നിർബന്ധമായും നല്ല ഒരു സുപ്രധാനമായ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്ന 3 വിഷയങ്ങളാണ്. അതിൽ നമ്മുടെ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അത് പരിഹരിക്കത്തക്ക രീതിയിലുള്ള MEM എന്ന് പറഞ്ഞ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ ഒരു സെഷൻ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും അതിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വ്യൂസ് കുറവാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ പോരായ്മയല്ല, കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. നമ്മുടെ ചാനലിൽ റെഗുലറായി വീഡിയോകൾ ഇടാതെ കുറേ നാൾ കിടന്നു. അതിൻ്റെ പേരിൽ ആണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പല ചാനലുകളും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുന്നത് കൊണ്ട് വ്യൂവേഴ്സ് എല്ലാം അവരുടെ പുറകെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റ് അല്ലാതിരുന്നു. ഈ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനം. വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുക. കാരണം ഞാനൊരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ പുറകിലും അങ്ങനെയുള്ള സംവിധാനം, ഇപ്പോൾ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചും സ്റ്റുഡിയോയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലായിപ്പോയത് കൊണ്ടാണ് കുറേ നാളും യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്. അതിന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MEM എന്ന് പറയുന്നൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ പ്രിലിംസ് കഴിയുന്നത് വരെയും 10th മെയിൻസ് കഴിയുന്നത് വരെയും ഈ സെഷൻ ഒരു ദിവസവും മുടങ്ങാതെ ഒരു മാസത്തിൽ അപ്രോക്സിമേറ്റ് ഒരു 20 ദിവസമെങ്കിലും നിങ്ങൾക്ക് റെഗുലറായി ഈ ക്ലാസ്സുകൾ, എന്തെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ട് കിട്ടാതിരുന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 6ഓളം എപ്പിസോഡുകളായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടു വരാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാരണം ഇംഗ്ലീഷ് എടുക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പണ്ഡിതനാണ്, മലയാളം പഠിപ്പിക്കുന്നത് ഡോക്ടർ ഗീത് ടീച്ചറാണ്, മലയാളം പക്കയായി പഠിച്ച് അതിൻ്റെ ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്, മാത്സ് പഠിപ്പിക്കുന്നത് മാത്സിൻ്റെ ടീച്ചറാണ്. അപ്പം ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അധ്യാപകരാണ് നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തളരാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി സന്തോഷത്തോടെ
നല്ല കോൺഫിഡൻറ്റോടെ പഠിക്കുക. കാരണം നമ്മൾ ഈ ജോലി നേടിയാൽ നമുക്ക് സ്വർഗം കിട്ടി അല്ലേ? സ്വർഗം മാമ എന്ന് പറയുന്നത് പോലെ സ്വർഗമാണ്. അപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ ഈ പരിപാടി നമ്മളവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പിന്നെ നമ്മൾ ഈ പരിപാടിയെല്ലാം വെച്ച് നിർത്തിയിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ പോവുകയാണ്. മറ്റുള്ള ഒരുപാട് പേർക്ക് വിളക്കാകാനും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ 1 രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ചുകൊണ്ട് നമുക്ക് അവർക്കൊരു പ്രകാശമാകാൻ കഴിയുന്ന ഒരു വലിയ മിഷനാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ ബ്രാൻഡാക്കാനും നമ്മൾ കാലിൽ ധരിക്കുന്ന ചപ്പലുകൾ ബ്രാൻഡാക്കാനും ഒക്കെ നമുക്ക് ഈ പൈസ ഉപകരിക്കും. നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അപകടം വന്നാൽ അവരെ ചികിത്സിക്കണമെങ്കിൽ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ നമുക്ക് 1 രൂപ എടുത്ത് ചിലവാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ ജോലി ആവശ്യമാണ്. ഒരിക്കലും മനസ്സ് മടുക്കരുത്. മനസ്സ് മടുക്കുമ്പോഴാണ് നമ്മൾ പുറകിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 10th മെയിൻസിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം, എവിടെയെങ്കിലും ജോയിൻ ചെയ്തു അതിൽ തൃപ്തരാണെങ്കിൽ നിങ്ങൾ വരരുത്. നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ്. 100% ജെനുവിനായിട്ട് പറയുകയാണ്, 100% ദൈവത്തെ മുൻനിർത്തി പറയുകയാണ്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. വേറെ പ്രൊമോഷൻ, പത്രങ്ങളിൽ പരസ്യമില്ല, യൂട്യൂബിൽ പ്രൊമോഷൻ, വേറെ പ്രൊമോഷനുകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലാതെ ഗംഭീരമായി 200ഓളം കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നൽകുന്നത്. ഓരോ ദിവസവും 5 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള റെക്കോർഡിംഗ് നമ്മുടെ സ്റ്റുഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി നടക്കുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനായിട്ട് Day 1 Day 2 എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പരീക്ഷകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലൈവ് ഉടൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും, എൻ്റെ ആഗ്രഹം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. 1999 പ്ലസ് GST ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ എൻ്റെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ 9995027074. ഒന്നുകൂടി 9995027074. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. മറക്കരുത്, MEM സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക, അടിപൊളിയായിട്ട് കാണുക. മോർണിംഗ് ടീ എന്ന് പറയുന്ന നമ്മുടെ പരിപാടി ഉടൻ ആരംഭിക്കും.